നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും എളുപ്പത്തിലും ടേസ്റ്റിലുമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള റൈസ് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. നമുക്ക് കറക്റ്റ് വേവായിട്ട് ഏത് റൈസ് ആയാലും നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും. പിന്നെ ഇതിൽ ചേർക്കുന്ന ചിക്കൻ നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നല്ല ഫ്രഷ് ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പത്തിലാണ് ഈ ഒരു മെത്തേഡെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള റൈസ് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാം. ഞാനിവിടെ ചെറിയ അല്പം നീളമുള്ള ബർക്കത്ത് റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാം. ഇനി നല്ല നീളമുള്ള ബസ്മതി റൈസ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് റൈസ് വേവിക്കാം. അതാകുമ്പം ഏകദേശം 1 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വയ്ക്കണം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് റൈസ് വേവിക്കാൻ എടുക്കുന്നത്. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. നീളമുള്ള അരിയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പിനടുത്ത് വെള്ളം എടുക്കാം. 1.5 കപ്പിൽ നിന്ന് ഒട്ടും കൂടി പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ കുതിർത്ത് വെച്ച ആ റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിവിടെ എടുത്തത് 2 കപ്പ് റൈസാണ്. ഇനി 1 കപ്പ് റൈസാണ് എടുക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് തനിയെ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇതിപ്പം 1 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതും ആവി പോയതിന് ശേഷം ഇതാ തുറന്ന് നോക്കണേണ്. റൈസ് ഒട്ടും വെന്ത് പോയിട്ടില്ല. പക്കയായിട്ട് വെന്ത് വിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി റൈസ് അല്പം ചൂടാറുന്നത് വരെ ഒന്ന് തുറന്ന് വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ വിട്ട് കിട്ടും. ഇനി ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള പച്ചക്കറികളെല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവെല്ലാം നമുക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം. ക്യാബേജും ക്യാരറ്റും കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് അണിയനും കുറച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. അപ്പം സ്പ്രിംഗ് അണിയൻ ഇല്ലെങ്കിൽ ഒരു വലിയ സവാള എടുക്കാം. സവാളയും ക്യാബേജൊക്കെ ഈ ഒരു നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ബീൻസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് തോല് കളഞ്ഞെടുക്കാം. 10 വലിയ വെളുത്തുള്ളി 2 അറ്റവും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ തോല് പെട്ടെന്ന് കളയാൻ വേണ്ടിയാണ് ഞാൻ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തോലെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പെറുക്കി മാറ്റാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്തേക്കണേ. ഇനി ഈ ജാറിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ തോല് കളഞ്ഞു വെച്ച വെളുത്തുള്ളിയും കുറച്ച് ചിക്കനും ഇട്ട് കൊടുക്കാം. ഒരു 5-8 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ പീസാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. ഒരു 3-4 തവണ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു കടായിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ആ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വഴറ്റി ഇങ്ങനെ ഒന്ന് ഉടച്ചൊന്ന് കൊടുക്കാം. ചിക്കൻ കുറച്ച് ചെറിയ പീസായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. കോഴിമുട്ടയുടെ ഉണ്ണി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് സെറ്റാകാനായിട്ട് വയ്ക്കാം, അനക്കാതെ വയ്ക്കാം. അതിന് ശേഷം ഇതും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതുവരെ ചിക്കനിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ചിക്കനും മുട്ടയ്ക്കും വേണ്ട ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം 1 മിനിറ്റും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയനും ക്യാപ്സിക്കവും ഇപ്പോൾ ചേർക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാബേജ്, സവാള, ബീൻസ്, ക്യാരറ്റ് ഇവ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
പച്ചക്കറികൾ ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പച്ചക്കറികളൊന്നും ഒരുപാട് കുക്കായി പോകരുത്, ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസും ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് അണിയനും കൂടെ ഇട്ടിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഈ കടായിൽ തന്നെ വെച്ചിട്ട് 2 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടായി നിറച്ച് റൈസ് ഉള്ളത് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ചൂടെത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ കടായിൽ നിന്ന് ഒരു 1/4 ഭാഗം ഞാൻ കുക്കറിലേക്ക് നമ്മൾ റൈസ് വേവിച്ച് കുക്കറിലേക്ക് മാറ്റണേന് ബാക്കി ഒരു 1/4 ഭാഗം ഈ കടായിൽ വെച്ച് തന്നെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പം നമുക്ക് വേണ്ട റൈസ് മാത്രം ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 1 മിനിറ്റും കൂടി നമുക്ക് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇനി നീളമുള്ള റൈസ് ആണെങ്കിൽ നമ്മൾ നൂഡിൽസ് ഇതിന് മുമ്പ് ടോസ് ചെയ്ത പോലെ ഇതുപോലെ ടോസ് ചെയ്തെടുത്താൽ മതി. അപ്പം ഉടയാതെ അല്ലെങ്കിൽ നുറുങ്ങാതെ നമുക്ക് റൈസ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇതൊരു അടിപൊളി ടേസ്റ്റി ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്